Hi, welcome to Tutorium. This is Gayatri Jagmar and I hope you're doing well. ഈ വീഡിയോയിൽ നമുക്ക് CUET-യുടെ ഇംഗ്ലീഷ് സെക്ഷനിലെ ഒരു കോമൺ ക്വസ്റ്റ്യൻ ടൈപ്പ് നോക്കാം. സോ ഇത് വളരെ കോമൺ ആണ്. ഒരു ലിസ്റ്റ് തരും, രണ്ട് ലിസ്റ്റ് തരും, ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2. ഒരു സൈഡിൽ സെന്റൻസ് ആണ്, സെന്റൻസ് മറ്റേ സൈഡിൽ ഇതിൽ ക്വസ്റ്റ്യൻ ടാക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ചിലതിൽ ഒരു സൈഡിൽ സെന്റൻസും അതിനകത്ത് ബ്ലാങ്ക് കാണും, മറ്റേ സൈഡിൽ പ്രപ്പോസിഷൻസ് ആയിരിക്കും അല്ലെങ്കിൽ ആഡ്വേർബ്സ് ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ idioms and phrases അല്ലെങ്കിൽ വേർഡ്സ് ആയിരിക്കും, ഇപ്പുറത്തെ സൈഡിൽ അതിന്റെ മീനിങ്സ് ആയിരിക്കും. നമ്മളത് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുക. സോ ക്വസ്റ്റ്യൻ ടാഗ്സ് എങ്ങനെയാ സോൾവ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഹി ഈസ് റെഡി ഫോർ ദ കോമ്പറ്റീഷൻ. നമ്മൾ ഫസ്റ്റ് ഓരോ സെന്റൻസിലെയും ഓക്സിലറി വേർബ് കണ്ടുപിടിക്കണം. സോ ഓക്സിലറി വേർബ് എന്ന് പറയുമ്പോൾ കോമൺ ഓക്സിലറി വേർബ്സ് ബി, ഹാവ്, ഡു. ബി എന്ന് പറയുമ്പോൾ അതിന്റെ ഫോംസ് ആണ് ഈസ്, ആം, ആർ, വാസ്, വെയർ, വിൽ ബി. ഹാവിന്റെ ഫോംസ് ഹാവ്, ഹാസ്, ഹാഡ്, വിൽ ഹാവ്. ഡൂയിന്റെ ഫോംസ് ഡു, ഡസ്, ഡിഡ്, വിൽ ഡു. അപ്പോൾ ഇതാണ് നമ്മൾ ഓക്സിലറി വേർബ്സിനെ വെളിയിലെടുത്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ്സ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവിടെ ഹി ഇസിനെ വെളിയിലെടുക്കുക. ഇതിപ്പം പോസിറ്റീവ് ആയിട്ട് കിടക്കുന്നത്. നെഗറ്റീവ് ആക്കുന്നത് എങ്ങനെയാ? അതിന്റെ കൂടുതൽ നോ അല്ലെങ്കിൽ നോട്ട് ചേർക്കുക. സോ ഇസിന്റ് അല്ലെങ്കിൽ ഈസ് നോട്ട് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ സബ്ജക്ട് ഏതാണോ അതെടുക്കും. സോ ഇസിന്റ് ഹി, ഇതായിരിക്കും ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ്. അതിൽ ഓപ്ഷൻ 4 ഇസിന്റ് ഹി. സെക്കൻഡ് വൺ, ഷീ ഈസ് എ ടീച്ചർ. അപ്പം ഇസ് വെളിയിലെടുക്കും, ഇതിന്റെ പോസിറ്റീവിലെ കിടക്കുന്നത് നെഗറ്റീവ് ആക്കും. ഇസിന്റ് ഇത് വരും ഷീ. സോ ദാറ്റ് ഇസ് 3. ഇറ്റ്സ് നോട്ട് ആസ് ഇഫ് ഹി ട്രൈ ടു ഫൂൾ യു. ഇറ്റ്സ് നോട്ട്, ഇസ് നോട്ട്. അപ്പം ഇതിൽ നെഗറ്റീവിലാണ് ഓൾറെഡി സെന്റൻസ് കിടക്കുന്നത്. സോ വെളിയിൽ എടുക്കുമ്പോൾ പോസിറ്റീവ് ആക്കും. ഇസ് വെളിയിൽ വരും, ഇറ്റ് ഓൾറെഡി ഉണ്ട്, അതാണ് നമ്മുടെ പ്രൊനൗൺ. സോ ഇസ് ഇറ്റ് അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്ട് ഇസ് ഇറ്റ്. ഇറ്റ്സ് നോട്ട് ആസ് ഇഫ് ഹി ട്രൈ ടു ഫൂൾ യു. ഇസ് ഇറ്റ്. സോ 1 ആയിരിക്കും ആൻസർ. ഷീ ടോൾഡ് യു നോട്ട് ടു ഷൗട്ട്. ഇവിടെ ഓക്സിലറി വേർബ്സ് ഒന്നും കാണാനില്ല. കാരണം ഇവിടെ ഓക്സിലറി വേർബ് ഡു ആണ്, അത് ആക്ഷൻ ആയിട്ട് കമ്പൈൻ ചെയ്തിരിക്കുകയാണ്, മെർജ് ചെയ്തിരിക്കുകയാണ്. സോ ടോൾഡ് എന്ന് പറയുമ്പം ടെൽ പ്ലസ് ഡിഡ് ആണ് ടോൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡിഡ് വെളിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഡിഡ് ടെൽ ആവും. ഷീ ഡിഡ് ടെൽ യു നോട്ട് ടു ഷൗട്ട് എന്നാവും. അപ്പം ഇത് പോസിറ്റീവിലാണ് ഡിഡ് കിടക്കുന്നത്, നെഗറ്റീവ് ഇല്ല. അപ്പൊ അതിന്റെ നെഗറ്റീവ് ആക്കണം. ഡിഡ് പ്ലസ് നോട്ട്, ഡിഡ്ന്റ് ഷീ. സോ ഡിഡ്ന്റ് ഷീ. ഇത് ഈ ഓർഡറിൽ വരുന്നത്. 1-ന് 4 രണ്ട് ഓപ്ഷൻ ഉണ്ട്, 2-ന് 3 ഒരു ഓപ്ഷൻ ഉള്ളൂ, 3-ക്ക് 1. So yeah, C is our answer. Hope you understood this. If at all any doubts, please do ask them in the comments. We'll be happy to help you. Happy learning. Bye.